സമാധാനത്തിൻ്റെ സന്ദേശവാഹകരായി പറയപ്പെടുന്ന പ്രാവുകളെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ സായാഹ്ന സവാരി. ആദ്യം എത്തിയത് എറണാകുളം ഹൈക്കോർട്ട് ബോട്ട് ജെട്ടിയിലാണ്. കാലപ്പഴക്കം എത്തിയത് കൊണ്ടാവാം പഴയ മനോഹാരിതയൊന്നും അവിടെ കാണാൻ കഴിയാഞ്ഞത്. യാത്രാ സൗകര്യങ്ങൾ വിവിധ രീതിയിൽ ഏറിയപ്പോൾ ഇവിടം തിരക്കില്ലാ ഇടം പോലെ ഒഴിഞ്ഞ അവസ്ഥയിലുമായി. അതിൻ്റെ ഒരു വശത്തായി സ്പീഡ് ബോട്ട് സവാരിക്ക് ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ടായിരുന്നു. അതൊരു സുഖമുള്ള കാഴ്ച തന്നെയാണ്. നിലയില്ല കായലിലൂടെയുള്ള ഒരു സഞ്ചാരം ഏറെ കൗതുകമുണർത്തുന്നതായിരുന്നു. ശേഷം വാട്ടർ മെട്രോ സ്റ്റേഷനിലെത്തി. വാട്ടർ മെട്രോ കൊച്ചിക്ക് പുതിയൊരു ഗതാഗത സംവിധാനം ഒരുക്കിയ, നഗരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ച, യാത്രാക്ലേശം കുറച്ച ഒരു വിജയഗാഥ തന്നെയാണ്. അവിടുത്തെ തിരക്ക് കണ്ട് മെട്രോ യാത്ര ഉപേക്ഷിച്ചു അവിടെ നിന്നും തിരിഞ്ഞു. കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നടക്കാൻ തുടങ്ങി. പകലോൻ യാത്രയാകും നേരം അതിൻ്റെ മനോഹാരിത ഒന്ന് വേറെ തന്നെയാണ്. മൂവന്തി നേരം കണ്ണിമ വെട്ടാതെ മറയും സൂര്യനെ നോക്കി അങ്ങനെ ഇരുന്നു. പിന്നെ വഴിയോര കാഴ്ചകളിലേക്ക് കണ്ണുകളെത്തി. വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ, കമ്മലുകൾ, മറ്റും എല്ലാം കൗതുകം തോന്നുന്നവ. കുട്ടികളെ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള വഴിയോര കച്ചവടക്കാർ വേറെയും. ദാ ചായ എന്നൊരു ബോർഡ്. ചില്ലലമാരിയിൽ എണ്ണയിൽ പൊരിച്ച വിവിധ പലഹാരങ്ങൾ. അതിൽ ഇപ്പോഴത്തെ വൈറലായ ബൺമസ്ക കണ്ടു. അത് വാങ്ങി. കൂടെ ചായയും. അല്പം ആശ്വാസത്തിന് ശേഷം വീണ്ടും നടന്നു. മഴവിൽ പാലവും കണ്ട് ആസ്വദിച്ച് കുറച്ചു നേരം അങ്ങനെ നിന്നു. കാഴ്ചകൾ ഇനിയുമേറെ. ഇനിയുള്ളത് ചീനവലപ്പാലമാണ്. അവിടെയും എത്തി അല്പനേരം ചിലവഴിച്ചു. കായലിൻ്റെ ഒഴുക്കുകളുടെ താളം കണ്ട് ആസ്വദിച്ചങ്ങനെ നിന്നു. പിന്നെ കൺചിമ്മും വെട്ടത്തിലൂടെ പയ്യെ നടന്നു. സർബത്ത് കടയുടെ മുൻപിലെത്തി. കുലുക്കി സർബത്ത് ഓർഡർ ചെയ്തു. കലാപരമായി താളാത്മകമായുള്ള അവരുടെ ഗ്ലാസ് അഭ്യാസം കണ്ട് അത്ഭുതം കൂറി നിന്നുപോയി. ധാരാളം ആളുകൾ കാഴ്ചക്കാരായി എത്തുമ്പോൾ അവരുടെ ഗ്ലാസ് അഭ്യാസം കൂടുന്നുണ്ടായിരുന്നു. സർബത്ത് കുടിച്ച് സംതൃപ്തിയോടെ കായലിനോടും അതിനോടൊപ്പമുള്ള മാനസികമായ സന്തോഷമേകിയ ചുറ്റുപാടുകളോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ നടന്നു.